വളരെ കാലം മുമ്പ് ഒരു ഗ്രാമത്തിൽ ഒരു ധനികൻ താമസിച്ചിരുന്നു. അദ്ദേഹത്തിന് ധാരാളം സമ്പത്തും ഒരു വലിയ മാളികയും അയാളെ സേവിക്കാൻ ധാരാളം സേവകരും ഉണ്ടായിരുന്നു. അയാൾക്കെല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ രാത്രിയിൽ ഉറങ്ങാൻ മാത്രം കഴിഞ്ഞിരുന്നില്ല. അഥവാ ഉറങ്ങിയാൽ ഓരോരോ ദുസ്വപ്നങ്ങൾ കാണാൻ തുടങ്ങും. അത് അയാളെ അസ്വസ്ഥനാക്കി. രാവിലെ എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹം വളരെ ക്ഷീണിതനായിരിക്കും. ഇത് ഭേദമാക്കാൻ അയാൾ നിരവധി ചികിത്സകൾക്ക് വിധേയനായി. പക്ഷേ മെച്ചപ്പെടുന്നതിന് പകരം അദ്ദേഹത്തിന്റെ ആരോഗ്യം കൂടുതൽ മോശമായി. ഒരു ദിവസം ഒരു സന്യാസി ആ ഗ്രാമത്തിൽ വന്നു. താമസിയാതെ ആ വാർത്ത ഗ്രാമം മുഴുവൻ പരന്നു. ധനികൻ സന്യാസിയെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ഉടൻ തന്നെ അദ്ദേഹത്തെ കാണുവാൻ ചെന്നു. തന്റെ പ്രശ്നങ്ങൾ മുഴുവൻ സന്യാസിയോട് വിവരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ പ്രശ്നങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിക്കൂ ഗുരുദേവ. സന്യാസി പറഞ്ഞു, താങ്കളുടെ പ്രശ്നത്തിനുള്ള പരിഹാരം പറയുന്നതിന് മുമ്പ് ശ്രീബുദ്ധന്റെ ഗാഠനിദ്രയുടെ രഹസ്യത്തെക്കുറിച്ചുള്ള ചെറിയൊരു കഥ ഞാൻ പറയാം. അദ്ദേഹം കഥ പറയാൻ ആരംഭിച്ചു. ബുദ്ധൻ എപ്പോഴും ഒരേ ദിശയിലാണ് ഉറങ്ങിയിരുന്നത്. രാത്രി മുതൽ രാവിലെ ഉണരുന്നതുവരെ അദ്ദേഹം ഉറങ്ങുന്ന സ്ഥാനത്ത് നിന്ന് ഒരടി പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറില്ല. ബുദ്ധന്റെ പ്രിയപ്പെട്ട ശിഷ്യനായ ആനന്ദൻ ഇത് കണ്ട് വളരെയധികം അത്ഭുതപ്പെട്ടു. എല്ലാ രാത്രികളിലും ബുദ്ധൻ നിശ്ചലനാണെന്ന് ആനന്ദൻ മനസ്സിലാക്കി. ചിലപ്പോൾ അർദ്ധരാത്രിയിൽ അവൻ ഉണരുമ്പോൾ ബുദ്ധൻ അതേ സ്ഥാനത്ത് തികച്ചും നിശ്ചലമായി കാണപ്പെടും. അങ്ങനെ ഒരു രാത്രി ആനന്ദന് തന്റെ ജിജ്ഞാസ അടക്കാനായില്ല. രാത്രി ബുദ്ധൻ ഉറങ്ങുമ്പോൾ അവൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോയി. അവൻ അദ്ദേഹത്തെ ഉണർത്തി. എന്നിട്ട് പറഞ്ഞു, രാത്രിയിൽ താങ്കളെ ശല്യപ്പെടുത്തുന്നത് ശരിയല്ലെന്ന് എനിക്കറിയാം. കാരണം പകൽ മുഴുവൻ നടക്കുകയും പലർക്കും ഉപദേശങ്ങൾ നൽകുകയും ചെയ്ത് താങ്കൾ ക്ഷീണിതനാണ്. പക്ഷേ ഇത് താങ്കളോട് ചോദിക്കാൻ എനിക്ക് രാവിലെ വരെ കാത്തിരിക്കാൻ കഴിയില്ല. 20 വർഷമായി ഞാൻ താങ്കളെ നിരീക്ഷിക്കുന്നു. ഇത് ചോദിക്കാൻ ഞാൻ വളരെ കാലമായി കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് ചോദിച്ചേ പറ്റൂ. ദയവായി എന്നോട് പറയൂ, താങ്കൾക്ക് രാത്രി മുതൽ രാവിലെ ഉണരുന്നതുവരെ ഒരേ ദിശയിൽ ഉറങ്ങാൻ എങ്ങനെ കഴിയുന്നു? താങ്കൾ ശരിക്കും ഉറങ്ങുകയാണോ അതോ രാത്രി മുഴുവൻ ഞാൻ തിരിഞ്ഞും മറിഞ്ഞുമാണ് കിടക്കുക? എനിക്ക് ഇതുപോലെ തുടർച്ചയായി ഒരേ ദിശയിൽ ഉറങ്ങാൻ കഴിയില്ല. ഇതെല്ലാം കേട്ട് ബുദ്ധൻ പറഞ്ഞു, ഞാൻ ശരിയായൊരു സ്ഥാനം കണ്ടെത്തി. അതിനാൽ അത് മാറ്റേണ്ട ആവശ്യമില്ല. പക്ഷേ നീ ഇപ്പോഴും അതിനായി തിരയുകയാണ്. ഇത് കേവലം ശരീരത്തിന്റെ മാത്രം പ്രശ്നം കൊണ്ടല്ല. ഇത് നിന്റെ മനസ്സ് ആടിയുലയുന്നത് കൊണ്ടാണ്. ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ മനസ്സ് എന്നതുണ്ടാവില്ല. ശരീരം കേവലം ഒരു മൃതദേഹം പോലെ കിടക്കുന്നു. ഏതെങ്കിലും മൃതദേഹം അതിന്റെ സ്ഥാനം മാറ്റുന്നത് നീ കണ്ടിട്ടുണ്ടോ? എന്നാൽ ഞാൻ അബോധാവസ്ഥയിലുമല്ല. ഇന്ന് മുതൽ നീ അനുയോജ്യമായൊരു സ്ഥാനം കണ്ടെത്തുക. ഉറങ്ങുക. വേറൊന്നും ചിന്തിക്കരുത്. ഇത് ശീലമാക്കുക. അപ്പോൾ ആ ദിശയിൽ കിടന്നയുടനെ നീ ഉറങ്ങാൻ തുടങ്ങും. കാരണം നിന്റെ ഉപബോധ മനസ്സ് നീ ഉറങ്ങുവാൻ തയ്യാറായി കഴിഞ്ഞുവെന്ന് മനസ്സിലാക്കും. ഇതെല്ലാം കേട്ട ആ മനുഷ്യൻ പറഞ്ഞു, ഗുരുദേവ, ഇത്രയും ആഴത്തിലുള്ള ആത്മീയത നിറഞ്ഞ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തുകൊണ്ടാണ് എനിക്ക് ആഴത്തിലുള്ളതും സുഖപ്രദവുമായ ഉറക്കം ലഭിക്കാത്തതെന്ന് ദയവായി ലളിതമായ വാക്കുകളിൽ വിശദീകരിച്ചാലും. താങ്കളുടെ ഈ പ്രശ്നത്തിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. അത് താങ്കളൊരു വികലാംഗനാണ്. അയാൾ ആശ്ചര്യത്തോടെ അദ്ദേഹത്തോട് പറഞ്ഞു, അതെങ്ങനെ പറയാൻ കഴിയും? എന്തുകൊണ്ടാണ് താങ്കൾ എന്നെ വികലാംഗനെന്ന് വിളിച്ചത്? എനിക്കു നല്ല കൈകളും കാലുകളും പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ ശരീരമുണ്ടെന്ന് താങ്കൾക്ക് കാണാൻ കഴിയുന്നില്ലേ? ഇതു കേട്ട് സന്യാസി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കൈയും കാലും ഇല്ലാത്തവനല്ല വികലാംഗൻ. വാസ്തവത്തിൽ കൈകളും കാലുകളും ഉണ്ടായിട്ടും അവ ഉപയോഗിക്കാത്തയാളാണ് വികലാംഗൻ. ഇപ്പോൾ പറയൂ, താങ്കളുടെ ശരീരം കൊണ്ട് താങ്കൾ എത്രമാത്രം ജോലി ചെയ്യുന്നുണ്ട്? ദൈനംദിന ചെറിയ ജോലികൾക്ക് പോലും തന്റെ വേലക്കാരെ ആശ്രയിക്കുന്നതിനാൽ ധനികന് അതിനുത്തരം നൽകാൻ കഴിഞ്ഞില്ല. സന്യാസി പറഞ്ഞു, താങ്കളുടെ രോഗത്തിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ താങ്കളുടെ കൈകളും കാലുകളും കഠിനാധ്വാനം ചെയ്യണം. താങ്കൾ ക്ഷീണിച്ച് അവശനാകണം. ഇതു ചെയ്താൽ താങ്കളുടെ ഈ രോഗം മാറുന്നതായിരിക്കും. സന്യാസിയുടെ ഉപദേശം സ്വീകരിച്ച് ധനികൻ അന്നു മുതൽ ശാരീരിക ജോലികൾ ചെയ്യാൻ തുടങ്ങി. തന്റെ ചെറിയ ജോലികൾക്കായി വേലക്കാരെ ആശ്രയിക്കുന്നത് അയാൾ നിർത്തി. അയാൾ തന്റെ വയലിൽ പോയി തന്റെ പണിക്കാരോടൊപ്പം ജോലികൾ ചെയ്യാൻ തുടങ്ങി. അന്നു മുതൽ ആ ധനികൻ ഇതുവരെ കഴിയാത്തത്ര ആഴത്തിൽ ഉറങ്ങാൻ കഴിഞ്ഞു. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് എപ്പോഴും ഓർക്കുക, പാലിക്കുക. ആദ്യം നല്ല കംഫർട്ടായിട്ടുള്ള ഒരു സ്ലീപ്പിംഗ് പൊസിഷൻ കണ്ടെത്തുക. തിരിഞ്ഞും മറിഞ്ഞും കിടന്നുകൊണ്ട് കഷ്ടപ്പെടുന്നത് പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള പൊസിഷൻ ഞാൻ പറഞ്ഞു തരാം. ഇതാണ് ബാക്ക് സ്ലീപ്പിംഗ് പൊസിഷൻ. കഴുത്തു വേണമെങ്കിൽ ചെറുതായി ചിരിച്ചു വെക്കാം. അത് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് വെച്ചാൽ മതി. നമ്മൾ സാധാരണ കിടക്കുന്ന ഒരു പൊസിഷനാണത്. പക്ഷേ കണ്ടിന്യൂസ് ആയി രാവിലെ വരെ ഇതുപോലെ കിടക്കാൻ പലർക്കും പറ്റിയെന്ന് വരില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ശരിയായൊരു സ്ഥാനം നമ്മൾ തേടിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഈ ഒരു രീതിയിൽ മാത്രം കിടക്കാൻ നമ്മൾ ശീലമാക്കിയാൽ നമ്മുടെ ഉപബോധ മനസ്സ് ഇങ്ങനെ കിടക്കുമ്പോഴെല്ലാം നമ്മൾ ഉറങ്ങാൻ പോവുകയാണെന്ന് മനസ്സിലാക്കുന്നു. നമുക്ക് നല്ല ഉറക്കം ലഭിക്കുകയും ചെയ്യും. ഇനി നിങ്ങൾക്കിത് ഒരുപാട് നേരം പറ്റുന്നില്ല, ചേഞ്ച് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡ് സ്ലീപ്പിംഗ് തിരഞ്ഞെടുക്കുക. ഇത് നമ്മുടെ ശരീരത്തിന് പല ഗുണങ്ങളും ലഭിക്കുമെന്ന് പഠനങ്ങളിൽ പറയുന്നു. വേണമെങ്കിൽ കാൽമുട്ടിന്റെ ഭാഗത്തായി നിങ്ങൾക്കിതുപോലെ തലയണകൾ ഉപയോഗിക്കാം. അത് നിങ്ങൾക്ക് കുറച്ചുകൂടി ആശ്വാസം നൽകുന്നതായിരിക്കും. ഈ ചിത്രത്തിൽ കാണുന്ന പോലെയൊന്നും കിടക്കാതിരിക്കുക.
കൂടാതെ വളരെ കട്ടിയുള്ളതോ ഉയരം കൂടിയതോ ആയ തലയണകൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കുക. കാരണം ഇത് നിങ്ങളുടെ കഴുത്തിന് കൂടുതൽ വേദന വരാനിടയാക്കും. നിങ്ങളുടെ ശരീരത്തിന് പിരിമുറുക്കം അനുഭവിക്കാൻ തുടങ്ങും. ഇത് നിങ്ങളുടെ ഗാഢനിദ്രയ്ക്ക് തടസ്സം സൃഷ്ടിക്കും. ഉറക്കവും വിശ്രമവും ലഭിക്കാത്തതിൻ്റെ വേറൊരു കാരണം ഒരു നിശ്ചിത ടൈം ഷെഡ്യൂൾ ഇല്ലാത്തതാണ്. നിങ്ങൾക്കത് രാവിലെ എഴുന്നേൽക്കാനും പൂർണ്ണ ഉറക്കം ലഭിക്കാനും ആഗ്രഹിക്കുന്നുവെങ്കിൽ രാത്രി നേരത്തെയും നിശ്ചിത സമയത്തും ഉറങ്ങുന്നത് ശീലമാക്കണം. പല സമയങ്ങളിൽ ഉറങ്ങുന്ന ശീലം ഇന്നു മുതൽ ഒഴിവാക്കുക. നിങ്ങൾ സ്ഥിരമായൊരു നിശ്ചിത സമയത്ത് ഉറങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സ് അതിനോട് പൊരുത്തപ്പെടുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആ സമയമാകുമ്പോൾ സ്വയമേവ ഉറക്കം വരാൻ തുടങ്ങും. അടുത്ത പ്രധാനപ്പെട്ട കാരണം ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്. നിങ്ങളുടെ മനസ്സിൽ ആശങ്കയുടെ ചിന്തകളുമായി രാത്രി ഉറങ്ങാൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാകും. ഇത് നിങ്ങളുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തും. കൂടാതെ ഉറങ്ങുന്നതിന് മുമ്പുണ്ടാവുന്ന ഈ ചിന്തകൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ ആദ്യ ചിന്തയായി മാറും. നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സ് ഏറ്റവും സജീവമായിരിക്കും. ആ സമയത്ത് നമ്മുടെ ഉള്ളിൽ നാം സൃഷ്ടിക്കുന്ന ചിന്തകൾ നമ്മുടെ ഉപബോധ മനസ്സ് വേഗത്തിൽ സ്വീകരിക്കുന്നു. തുടർന്ന് അത് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. നമ്മുടെ ഉപബോധ മനസ്സിന് നല്ല ചിന്തകൾ ഏതാണ്, ചീത്ത ചിന്തകൾ ഏതാണെന്ന് പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കാൻ കഴിയില്ല. അതിന് നല്ലതും ചീത്തയും അറിയില്ല. ലഭിച്ച വിവരങ്ങൾ അനുസരിച്ച് അത് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. ഈ ചിന്തകൾ നിങ്ങൾക്കൊരു നേട്ടവും തരില്ല എന്ന് ഓർക്കുക. അതുകൊണ്ട് ഉറങ്ങുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളെയും നെഗറ്റീവ് ചിന്തകളെയും കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം നമ്മുടെ ജീവിതത്തിൽ നേടാൻ ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അത് ലഭിക്കുമെന്ന ശുഭപ്രതീക്ഷയോടെ ഉറങ്ങുക. നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കാനും നല്ല ഉറക്കം ലഭിക്കാനും ഒരു ബ്രീത്തിങ് ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. 4-7-8 ബ്രീത്തിങ് ടെക്നിക്കാണത്. ഈ ഒരു രീതി നമ്മുടെ നാഡീവ്യവസ്ഥയെ ശാന്തമാക്കുകയും വേഗത്തിൽ ഉറങ്ങാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇത് നിങ്ങൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ചെയ്യുക. കണ്ണുകളടച്ച് മൂക്കിലൂടെ 4 സെക്കൻഡ് ശ്വാസം എടുക്കുക. നിങ്ങളുടെ ശ്വാസം 7 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ശേഷം നിങ്ങളുടെ വായിലൂടെ 8 സെക്കൻഡ് സാവധാനം ശ്വാസം വിടുക. സമയം നിങ്ങൾ കൈവിരൽ കൊണ്ട് എണ്ണാൻ ശ്രമിക്കുക. 4 അതിൽ കൂടുതൽ തവണയോ ഇത് ആവർത്തിച്ച് ചെയ്യുക. രാത്രി വളരെ വൈകി ഭക്ഷണം കഴിക്കുന്നതും കൂടാതെ ഒരുപാട് കഴിക്കുന്നതും നമ്മുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തും. കാരണം ഭക്ഷണം ദഹിക്കാൻ വളരെയധികം സമയവും ഊർജവും ആവശ്യമാണ്. നാം ഉണർന്നിരിക്കുമ്പോഴും എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യുമ്പോഴും നമ്മുടെ ദഹനം ശരിയായി പ്രവർത്തിക്കുന്നു. എന്നാൽ ഉറങ്ങാൻ പോകുമ്പോൾ നമ്മുടെ ദഹനം മന്ദഗതിയിലാകും. മന്ദഗതിയിലുള്ള ദഹനം കാരണം നമ്മുടെ വയറ്റിൽ ഭക്ഷണം ശരിയായി ദഹിക്കാതെ നിലനിൽക്കും. ഇത് നമ്മുടെ വയറിനെ അസ്വസ്ഥമാക്കുകയും തൽഫലമായി നമുക്ക് ഉറക്കം നഷ്ടപ്പെടുകയും ചെയ്യും. അതിനാൽ ഉറങ്ങുന്നതിന് 3-4 മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ധനികന്റെ ഈ കഥയിൽ നിന്നും എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് നോക്കാം. ഇതും വളരെ പ്രധാനമാണ്. മുൻകാലങ്ങളിൽ ശാരീരിക അധ്വാനം ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ കമ്പ്യൂട്ടർ, മൊബൈൽ ഫോണുകൾ, യന്ത്രസാമഗ്രികൾ തുടങ്ങിയ സാങ്കേതിക വിദ്യയുടെ വരവോടെ നമ്മുടെ ജീവിത രീതികൾ കൂടുതൽ നിരുത്സാഹപ്പെട്ടിരിക്കുന്നു. ശാരീരിക അധ്വാനത്തിന്റെ അഭാവം മൂലം പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മളിൽ പലരും. ഇന്ന് ഒട്ടുമിക്ക ഓഫീസുകളിലും മണിക്കൂറുകളോളം ഇരുന്നു കൊണ്ടാണ് ജോലികൾ ചെയ്യുന്നത്. ഇത് ശാരീരിക പ്രവർത്തനങ്ങളെ ഗണ്യമായ കുറവുണ്ടാക്കുന്നു. ജീവിതശൈലിയിലെ ഈ മാറ്റം നമ്മുടെ ആരോഗ്യത്തെ സാരമായി ബാധിച്ചു. നമ്മുടെ ശരീരത്തിന് അധ്വാനമില്ലാത്തതിനാൽ ഉറക്കമില്ലായ്മ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നതിലേക്ക് നയിച്ചു. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ഉറക്കമില്ലായ്മ അനുഭവിക്കുന്നുവെന്നും അവരിൽ പലരും ആശ്വാസത്തിനായി ഉറക്ക ഗുളികകളിലേക്ക് തിരിയുന്നുവെന്നും സമീപകാല സ്ഥിതി വിവരണ കണക്കുകൾ കാണിക്കുന്നു. ഈ ഗുളികകൾ താൽക്കാലിക സഹായം നൽകിയേക്കാം, പക്ഷേ അവ നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും പ്രതികൂലമായി ബാധിക്കും. മാത്രമല്ല, സ്വാഭാവികമായി ഉറങ്ങുന്നതിനെ അത് തടസ്സപ്പെടുത്തും. അത് നിങ്ങളെ ഈ ഗുളികകളെ മാത്രം ആശ്രയിക്കുന്നതിലേക്ക് നയിക്കുന്നു. നമ്മുടെ ദിനചര്യയിൽ ശാരീരിക അധ്വാനം ഉൾപ്പെടുത്തുന്നത് നമ്മുടെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുമെന്ന് ധനികന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നു. ശാരീരിക പ്രവർത്തനങ്ങൾ ആരോഗ്യകരമായ രീതിയിൽ നമ്മുടെ ശരീരത്തെ ക്ഷീണിപ്പിക്കുന്നു. അത് ആഴത്തിലുള്ളതും ശാന്തവുമായ ഉറക്കം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഇരുന്ന് ജോലി ചെയ്യുന്നവർ വ്യായാമത്തിന് സമയം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. നീണ്ട നടത്തം, ചെറിയ രീതിയിലുള്ള എക്സസൈസുകൾ അല്ലെങ്കിൽ ശരീരം അനങ്ങുന്ന മറ്റെന്തെങ്കിലും ജോലികൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പതിവായി ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നല്ല ഉറക്കം ലഭിക്കുന്നതായിരിക്കും. ഇവയെല്ലാം ശാന്തമായ ഉറക്കത്തിലേക്കും ദൃഢമായ ആരോഗ്യത്തിലേക്കും മികച്ച നേട്ടങ്ങളിലേക്കും നയിക്കുന്നു. നല്ല ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു.